അടുത്ത നല്ലൊരു സാധനം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റനാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഇവിടുന്ന് മസിലൊന്നും പിടിച്ചിരിക്കേണ്ട, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ലൈറ്റ് വന്ന് വീഴാണ്. ഓക്കെ, ഒരു മെറ്റലിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് വന്ന് ഒരു മെറ്റലിൽ വീഴുന്നു. ഓക്കെ, വന്ന് വീണ് കഴിഞ്ഞാൽ ആ വന്ന് വീഴുന്ന ലൈറ്റിന് ഒരു എനർജി ഉണ്ട്, എച്ച് ന്യൂ എന്നാണ് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൈറ്റിൻ്റെ എനർജി എച്ച് ന്യൂ എന്നാണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. വന്ന് വീണ് കഴിഞ്ഞാൽ ഈ എനർജിയുടെ ഒരു പാർട്ട് വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാനും ബാക്കി ഭാഗം ആ ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കിട്ടാനും ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ലൈറ്റ് വന്നൊരു മെറ്റലിൽ വീണാൽ ആ എനർജിയുടെ ഒരു പാർട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇവിടുന്ന് ഇലക്ട്രോൺ വെളിച്ചാടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ മെറ്റലിൻ്റെ പുറത്ത് ഇലക്ട്രോൺ ഉണ്ടല്ലോ, അപ്പോൾ ആ ഇലക്ട്രോൺ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റ് വന്ന് വീണു. ആ ലൈറ്റിൻ്റെ എനർജി എച്ച് ന്യൂ ആണ്. ആ എനർജി ഉപയോഗിച്ച് ആ ഇലക്ട്രോൺ മെറ്റലിൻ്റെ അവിടെ നിന്ന് ഇളകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ചാടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് അവിടെ ഉപയോഗിച്ചു എനർജിയെ. എന്തിനൊക്കെയാണ്? ഇളകാനും ചാടാനും. അപ്പോൾ ഇളകാൻ വേണ്ടിയുള്ള എനർജിയെ വർക്ക് ഫംഗ്ഷൻ എന്നാണ് പറയുക. പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറും? പുറത്തേക്ക് ഇലക്ട്രോൺ ചാടി വരികയാണ്. അപ്പം മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എന്തിനൊക്കെയാണ്? ഇലക്ട്രോൺ മെറ്റലിൽ നിന്ന് ഇളകാനും പിന്നെ ഇളകി പുറത്തോട്ട് ഓടാനും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. വന്ന് വീണ ലൈറ്റിൻ്റെ എനർജി വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാനും പിന്നെ ആ ചാടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറി എന്ന് പറയാം. സോ വെൻ ലൈറ്റ് ഓഫ് എ ഫ്രീക്വൻസി എച്ച് ന്യൂ falls on a metal, a part of the energy is used to overcome work function and the remaining part is used to impart kinetic energy to the electrons. So H nu is used for two purposes. What are they? To overcome work function and to get kinetic energy. Then H nu is equal to വർക്ക് ഫംഗ്ഷനെ നമ്മൾ എച്ച് ന്യൂ സീറോ എന്നാണ് പറയുക. എന്താ പറയുക? എച്ച് ന്യൂ സീറോ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ന്യൂ സീറോ ആണ് നമ്മുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ന്യൂ സീറോ എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇനി നമുക്കിവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. ആണല്ലോ? ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിനകത്ത് വേണമെങ്കിൽ എച്ച് കോമൺ ഒക്കെ എടുത്ത് ബ്രാക്കറ്റിനകത്തൊക്കെ ബാക്കി ഇടാം. അപ്പോൾ ഈ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഒരു പ്രയാസമില്ലാത്ത സംഗതിയാണ് ഞാൻ പറഞ്ഞത്. വന്ന് വീണ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ വന്ന് വീഴുന്നത് ഫോട്ടോണാണ്. അതിൻ്റെ എനർജി എച്ച് ന്യൂ ആണ്. ഈ എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. എന്തിനൊക്കെ? ഇലക്ട്രോൺ മെറ്റലിൻ്റെ പുറത്തിരുന്ന ഇലക്ട്രോണിൻ്റെ മണ്ടലിലെ ഈ സാധനം വന്ന് വീണത്. അപ്പോൾ ആ ഇലക്ട്രോൺ അവിടുന്ന് ഇളവണ്ടേ? അപ്പോൾ വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഇനി ഇലക്ട്രോണിന് പുറത്തേക്ക് ചാടി സഞ്ചരിച്ച് പോകണ്ടേ? അപ്പോൾ കൈനറ്റിക് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. സോ വെൻ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി എച്ച് ന്യൂ falls on a metal, a part of the energy is used to overcome work function and the remaining part is used to impart kinetic energy to the electron. So H nu is used for work function and kinetic energy. So H nu is equal to, what is answer of work function? H nu zero. Then kinetic energy half mv square. What is nu zero in this context? So it is a threshold frequency. So you can write H nu minus H nu zero is equal to half mv square. This equation is known by the name Einstein's photoelectric equation. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയോ? പറയൂ. What is the energy of light? See H nu. Then this energy is used for overcoming work function and providing a kinetic energy to the electron. See H nu is equal to work function phi 0 plus kinetic energy. Then what is answer of work function? It is H nu 0. Then what is kinetic energy? Half mv square. What is nu 0 here? So nu 0 is threshold frequency. Then you can rearrange. We get H nu minus H nu 0 is equal to half mv square. This equation is known as Einstein's photoelectric equation. Any difficulty? അടുത്തലേക്ക് പോകൂടെ?